സാക്ഷ്യങ്ങളുടെ പെരുമഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ സാക്ഷ്യം റെയ്നി ഡെനിറ്റ്, മെയിൻ സ്ട്രീറ്റ്, ബഫ്, അയർലൻഡിൻ്റെതാണ്. ലൈറ്റ് എ കാൻഡിൽ കിട്ടില്ല എന്ന് വിചാരിച്ച് വർക്ക് പെർമിറ്റ് അമ്മ ഇടപെട്ട് നടത്തി തന്ന സാക്ഷ്യം. ഞാൻ അയർലൻഡിൽ സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്യുന്നു. അയർലൻഡിൽ ജോലി ചെയ്യുന്നതിന് വർക്ക് പെർമിറ്റ് ആവശ്യമാണ്. ഒരു പെർമിറ്റ് ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയാതെ മറ്റൊരു പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. പുതിയ പെർമിറ്റിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞു. കൃപാസനത്തിൽ ലൈറ്റ് എ കാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 7 മാസമായ പെർമിറ്റ് ക്യാൻസൽ ആയി പുതിയ പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് കിട്ടി എന്നുള്ള അതിശയകരമായൊരു സാക്ഷ്യമാണ് റെയ്നി ഡെനിറ്റിൻ്റേത്. മറ്റൊരു സാക്ഷ്യം ഉടമ്പടി പരിശുദ്ധ അമ്മ ജോലി മേഖലകൾ കനിഞ്ഞനുഗ്രഹിച്ച സാക്ഷ്യം. ആൻസി കെ, ചെറുപുഷ്പ മന്ദിരം, ഞാറക്കാട്, തലവൂരിൻ്റെതാണ് ഈ സാക്ഷ്യം. എൻ്റെ ഭർത്താവിന് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട 2 കേസുകൾ ഉണ്ടായിരുന്നു. ഈ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വളരെയധികം പണം ചെലവഴിച്ചെങ്കിലും കേസ് തീർപ്പാക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരാഴ്ച ആകുന്നതിന് മുമ്പ് തന്നെ കേസ് കോടതിയിൽ നിന്ന് പിൻവലിക്കുകയും ഭർത്താവിന് വിദേശത്ത് മർച്ചന്റ് നേവിയിൽ ജോലി ലഭിക്കുകയും ചെയ്തു. കൂടാതെ എനിക്ക് HSAയിൽ നിന്നും UPSAയിലേക്ക് ജോലി പ്രൊമോഷൻ ലഭിച്ചു. മറ്റൊരു സാക്ഷ്യം ലിസബെന്നി, വരിക്കൽ, മുരിങ്ങൂർ, ചാലക്കുടിയുടേതാണ്. സ്വപ്നത്തിലൂടെ പരിശുദ്ധ അമ്മ വഴി നടത്തിയ സാക്ഷ്യം എന്ന ഹെഡിങ്ങോടുകൂടി ഞാൻ 17 വർഷമായി ഒരു ജോലിക്ക് വേണ്ടി ഒത്തിരി അപ്ലിക്കേഷൻ അയച്ചുവെങ്കിലും ജോലി ലഭിക്കാതെ വിഷമിച്ച അവസ്ഥയിൽ ഞാൻ ഒരു സ്വപ്നം കണ്ടു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഒരു റൂമിൽ ഇരുന്ന് ആൾക്കാരെ വന്നു കാണുന്നു. ഞാൻ ബാക്കിലോട് ചെന്ന് അച്ഛൻ്റെ ഉടുപ്പിൽ തൊട്ട് പ്രാർത്ഥിച്ചു. ആ സമയം അച്ഛൻ മാതാവിനോട് നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് റെഡിയാണോ എന്ന് ചോദിച്ച് എനിക്കൊരു മെയിൽ വന്നു. ഇൻ്റർവ്യൂ പാസ്സായി എനിക്ക് UK-യിൽ ജോലി ലഭിച്ചു. എത്ര വലിയൊരു അത്ഭുതകരമായൊരു സാക്ഷ്യമാണ് ലിസബെന്നിയുടേത്. 17 വർഷമായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷ അയച്ചിട്ട് കിട്ടാത്ത ആ ഒരു കാര്യമാണ് ലിസബെന്നിക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിച്ചു എന്നുള്ള ആ ഒരു അത്ഭുതകരമായ സാക്ഷ്യം നമ്മൾ കേൾക്കുന്നത്. ജ്യോതി, മൈലാഞ്ചേരിയിൽ ഹൗസ്, വണ്ണപ്പുറം, ഇടുക്കി. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെ: ഓൺലൈൻ ഉടമ്പടി 7 വർഷമായി സ്ഥലം വിൽപ്പന തടസ്സം നീങ്ങിപ്പോയി. ഞങ്ങളുടെ സ്ഥലം വിൽക്കുന്നതിന് 7 വർഷമായി ശ്രമിച്ചിട്ടും തടസ്സങ്ങൾ ആയിരുന്നു. ഞാൻ കൃപാസനത്തിൽ ഓൺലൈനായി ഉടമ്പടി എടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സ്ഥല കച്ചവടമാവുകയും വേറൊരു വീടും സ്ഥലം വാങ്ങിക്കാനും സാധിച്ചു. കൂടാതെ 10 വർഷമായി കിട്ടാതെ തടസ്സപ്പെട്ടിരുന്ന റേഷൻ കാർഡ് കിട്ടുകയും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി മകൻ്റെ സ്വഭാവത്തിൽ മാറ്റവും വന്നു. മറ്റൊരു സാക്ഷ്യം എലിസബത്ത് മാത്യു, പടിപ്പുരയ്ക്കൽ, പുതിയ വീട്, ചായർമൂടി. ഉടമ്പടി 11 വർഷമായ വിവാഹ തടസ്സം മാറി. 39 വയസ്സുള്ള എൻ്റെ സഹോദരന് 11 വർഷമായി വിവാഹ ആലോചനകൾ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും ശരിയാകുന്നില്ലായിരുന്നു. കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സഹോദരൻ്റെ വിവാഹ തടസ്സം മാറുകയും വിദേശത്ത് ജോലി ലഭിച്ചു. കൂടാതെ 28 വർഷമായി ഉണ്ടായിരുന്ന എൻ്റെ കാൽ പെരുത്തു ഉപ്പിറ്റി തിരിഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു. ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഈ അവസ്ഥയിലുള്ള മകളെ സുഖപ്പെടുത്തുന്നതായി സന്ദേശം പറഞ്ഞു. എനിക്ക് സൗഖ്യവും ലഭിച്ചു. വളരെ അത്ഭുതകരമായ സാക്ഷ്യമാണ് എലിസബത്തിൻ്റേത്. മറ്റൊരു സാക്ഷ്യം ബിനോ തോമസ്, പുന്നവേലിൽ, തുണ്ടിൽ ഹൗസ്, റാന്നി. ഉടമ്പടി 25 വർഷമായ മദ്യപാനം മാറി. എനിക്ക് 25 വർഷമായി മദ്യപാന ശീലമുണ്ടായിരുന്നു. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മദ്യപാനം മാറി കിട്ടുകയും വിശ്വാസം വർദ്ധിക്കുകയും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലാനും സാധിക്കുന്നു. കൂടാതെ 4 വർഷമായി മകൾക്കുണ്ടായിരുന്ന ചുമ വെഞ്ചിത്ത് തേൻ ഉപയോഗിച്ചതിൻ്റെ ഫലമായി മാറി കിട്ടുകയും ചെയ്തെന്നുള്ള അത്യത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് ബിനോ തോമസിൻ്റേത്. കൃപാസന മാതാവ് വിളിച്ചാൽ വിളി കേൾക്കുന്ന നമ്മുടെ ഉടമ്പടിയുമേൽ കർത്താവിനോട് മധ്യസ്ഥം അപേക്ഷിച്ച് വാങ്ങിത്തരുന്ന കരുണയുള്ള പ്രസാദപര മാതാവാണ്. മാതാവിന് മുമ്പിൽ നമ്മുടെ നിയോഗങ്ങൾ, ഉടമ്പടികൾ സമർപ്പിക്കുമ്പോൾ അവ വിശ്വസ്തയോടെ നമ്മൾ നേർച്ച നിറവേറ്റുമ്പോൾ മാതാവ് നമുക്കായി കർത്താവായ യേശുവിൻ്റെ തിരുമുമ്പിൽ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്കത് വാങ്ങിത്തരും. ഈ സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ കാണുന്നത് അവയാണ്. ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിക്കുന്നതിന് ഈ സാക്ഷ്യങ്ങൾ ഉപകരിക്കുമാറാകട്ടെ. മറ്റൊരു സാക്ഷ്യത്തിൻ്റെ പെരുമഴയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.